Good morning, everyone. This is Akshaya. I am pursuing MBBS third year in AIMS Nagpur. I had an all India rank of 2627. And today, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനിമൽ കിങ്ഡം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്ററിന്റെ ഇതെന്താന്ന് വെച്ചാൽ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ആൻഡ് വെയിറ്റേജ് എന്ന് പറഞ്ഞ ഒരു മിനിമം 4 ക്വസ്റ്റ്യൻസ് എങ്കിലും പെർ ഇയർ വരുന്ന ചാപ്റ്റർ ആണ്. അതായത് 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 16 മാർക്സ് അറൌണ്ട്. ആൻഡ് ഈ 16 മാർക്സ് സ്കോർ ചെയ്യാൻ ആക്ച്വലി ഈസി ആണ്. കാരണം ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, കുറച്ച് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഈ 3 സാധനങ്ങൾ ഓൾമോസ്റ്റ് തറവ് ആണെങ്കിൽ ഈ ചാപ്റ്റർ നല്ല ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിക്കാത്തതും കൂടിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എന്ത് എക്സസൈസ് ഉണ്ടോ അല്ലെങ്കിൽ എന്ത് വേർഡ് ബൈ വേർഡ് ഉണ്ടോ അത് തന്നെയാണ് ആക്ച്വലി സെന്റൻസ് കോപ്പി പേസ്റ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസിൽ വരിക. അപ്പൊ ഈ ചാപ്റ്ററിൽ NCERT വായിക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എക്സാമ്പിൾസ് നല്ലോണം അറിഞ്ഞിരിക്കുക, ഒരു കാരണവശാലും ഡൗട്ട്ഫുൾ ആവാത്ത രീതിയിൽ അറിഞ്ഞിരിക്കുക. ആൻഡ് എക്സെപ്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ആനിമൽ കിങ്ഡം. ആദ്യം ആനിമൽ കിങ്ഡത്തിൽ പറയുന്നത് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ത് വെച്ചാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ആദ്യം നമ്മൾ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കും, അതിൽ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഓർഗനിസം ഗ്രൂപ്പിനെയും ക്രൈറ്റീരിയനെയും സെപ്പറേറ്റ്ലി നോക്കിയിട്ട് അതിന്റെ എക്സെപ്ഷനും എക്സാമ്പിൾസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കും. അപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം ആദ്യം തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ആനിമൽ കിങ്ഡത്തില് ക്ലാസിഫിക്കേഷൻ ആണ്. ഫൈലം പോറിഫറ തൊട്ട് കോഡേറ്റ വരെ ഉള്ള ക്ലാസിഫിക്കേഷൻ ഓർഡറും നെയിമും എല്ലാം ഓർഡർലി പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ആനിമൽ കിങ്ഡം തുടങ്ങുന്നത് ആദ്യത്തെ ഫൈലം പോറിഫറ, രണ്ടാമത്തെ ഫൈലം സീലൻഡ്രേറ്റ, മൂന്നാമത്തത് ടീനോഫോറ, നാലാമത്തത് പ്ലാറ്റിഹെമിന്തസ്, അഞ്ചാമത്തത് ആസ്റ്റൽമിന്തസ്, ആറാമത്തെ ആൻലിഡ, അടുത്തത് ആർത്രോപോഡ, അത് കഴിഞ്ഞ് മോളസ്, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് ഫൈനലി കോഡേറ്റ. ഒരു വൈഡർ വ്യൂവിൽ നോക്കുമ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷനിൽ ഹെമികോഡേറ്റ വരെ ഉള്ളവര് നോൺ കോഡേറ്റ്സും പിന്നെ കോഡേറ്റ്സ് ആയിട്ടുള്ളത് ആകെ കോഡേറ്റ് ആണ്. ആ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ അബൌട്ട് നോട്ടോകോഡ്, അതർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി പ്ലാൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനത്തെ ക്രൈറ്റീരിയ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം മെയിൻലി പഠിക്കാനുള്ളത് ഈ നെയിംസും ഇതിന്റെ എക്സാമ്പിൾസും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഓർഡർ എങ്ങനെയെങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. ഒന്നിക്കൽ എന്തെങ്കിലും ന്യൂമോണിക്സ് വെച്ച് ലൈക്ക് PC², PA³ മെഹക്, ഇങ്ങനെ നമ്മൾ ന്യൂമോണിക്സ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് ആ ഓർഡർ പഠിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കംഫർട്ടബിൾ രീതിയിൽ നമ്മൾ ഈ ഓർഡർ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യം മെയിൻലി ഈ ചാപ്റ്ററിന്റെ ബ്രീഫിൽ പറയാനുള്ളത്. പോറിഫറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്റ്റൽമിന്തസ്, അനലിഡ്സ്, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഇത്രയും സാധനങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഈ ന്യൂമോണിക്കും അറിഞ്ഞിരിക്കുക, PC², PA³ മെഹക്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി ഫസ്റ്റ് ഹെഡിങ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഓൾ മെമ്പേഴ്സ് ഓഫ് ആനിമേലിയ ആർ മൾട്ടി സെല്ലുലാർ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേർഡ് ബൈ വേർഡ് NCERT അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇസ് ദിസ് റൈറ്റ്, ഇസ് ദിസ് റോങ്, ഫൈൻഡ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ എല്ലാ മെമ്പേഴ്സും മൾട്ടി സെല്ലുലാർ ആണെങ്കിലും പക്ഷെ അതിന്റെ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സെൽസ് അതൊരിക്കലും സെയിം അല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആദ്യം നമ്മൾ ഈ സെന്റൻസ് അറിഞ്ഞിരിക്കുന്നതാണ്, ഓൾ മെമ്പേഴ്സ് ഓഫ് ആനിമേലിയ ആർ മൾട്ടി സെല്ലുലാർ. പിന്നെ ആനിമൽസിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് മൾട്ടി സെല്ലുലാർ ആണ്, രണ്ട് യൂക്കറിയോട്ടിക് ആണ്, 3 ഹോളോസോയിക് ആണ്.
അത് നമ്മൾ വരുന്ന വഴി ഡിസ്കസ് ചെയ്യണേ അടുത്തടുത്ത് പോകുമ്പോൾ. അപ്പൊ ആദ്യം ഓൾ മെമ്പേഴ്സ് ഓഫ് ആനിമലി ആർ മൾട്ടി സെല്ലുലാർ. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ആണ്, ഹോളോസോയിക് ആണ്. ഫോർ എക്സാമ്പിൾ, അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഇൻ സ്പോഞ്ചസ് സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ദാറ്റ് ഇസ് ദേ എക്സിബിറ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആദ്യം പറയുന്നത് ഈ മൾട്ടി സെല്ലുലാറിൽ തന്നെ സ്പോഞ്ചസ് പോറിഫെറയിൽ വരുന്നൊരു എക്സാമ്പിൾ ഉള്ളൊരു ആനിമൽ ആണ് സ്പോഞ്ചസ്. അതിന്റെ സെൽസ് അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ്, അതായത് അവർക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പക്ഷെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഡിവിഷൻ ഓഫ് ലേബർ, ബീങ് എ മൾട്ടി സെല്ലുലാർ ആനിമൽ, ഡിവിഷൻ ഓഫ് ലേബർ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അതെന്താ വെച്ചാൽ ഡൈജഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ അങ്ങനെയുള്ള ബാക്കിയുള്ള പ്രോസസ് ഈ സെൽസിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്യും, അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഓർഗാനിസം കൂടിയാണ്. പക്ഷെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഡിവിഷൻ ഓഫ് ലേബർ ഇല്ല എന്നല്ല, പക്ഷെ സം ഡിവിഷൻ ഓഫ് ലേബർ അക്കർ എമംഗ് ദി സെൽസ്. ഇനി അടുത്തത്, ആദ്യം നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു, അത് കാണപ്പെടുന്ന ഏതിലാന്ന് എക്സാമ്പിൾ പഠിച്ചു. എക്സാമ്പിൾ എന്താണ്? സ്പോഞ്ചസ്. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീലൻ ട്രേറ്റ്സിൽ കാണുന്ന അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയി വന്നു. ദീസ് സെൽസ് പെർഫോം ദ സെയിം ഫംഗ്ഷൻ ആൻഡ് ദ സെൽസ് പെർഫോമിംഗ് ദ സെയിം ഫംഗ്ഷൻ. മറ്റേതിൽ വെറും സെല്ലുലാർ അഗ്രിഗേറ്റ്സ് ആയിരുന്നു, പക്ഷെ ഇതിൽ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസ് അവർ അഗ്രിഗേറ്റ് ചെയ്ത് ടിഷ്യൂ എന്നുള്ള രീതിയിൽ അവർ ഫോം ചെയ്തു. ടിഷ്യൂ ഫോർമേഷൻ ആദ്യമായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഏതിലാണ്? സീലൻ ട്രേറ്റ്സിലാണ്. അപ്പൊ നമ്മൾ സ്പോഞ്ചസിൽ സെല്ലുലാർ ആണെന്ന് പഠിച്ചു. ഇനിയിപ്പോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാന്ന് പഠിച്ചപ്പോ സീലൻ ട്രേറ്റ്സ് എന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷനിലേക്ക് പോവാണ്. ഇനി ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഒരു ഹൈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈലം ഏതാണ്? അങ്ങനെ അവർ ചോദിക്കാം ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാറ്റി ഹെൽമിന്തസിലാണ്. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ് കഴിഞ്ഞ് വരുന്ന അതർ ഹയർ ഫൈലയിലും ഓർഗൻസ് കാണാൻ പറ്റും. അപ്പൊ ഓർഗൻസ് ആദ്യം ഏതിലാണ് കണ്ടു തുടങ്ങിയെന്ന് നമ്മൾ പറയണം പ്ലാറ്റി ഹെൽമിന്തസിലാണ്. ഇനി ഇതേ ഓർഗൻസ് എല്ലാം ഒരു ഓർഗൻ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കും, അടുത്ത ഓർഗൻ അടുത്ത ഫംഗ്ഷൻ, അങ്ങനെ അതിലും ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ലൈക്ക് അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്ക്. അനലിഡ്സ്, ആർത്രോപോഡ്, മൊളസ്ക്, എക്കൈനോഡേംസ് ആൻഡ് കോഡേറ്റ്സ്. അവരിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഓർഗൻസ് അഗ്രിഗേറ്റ് ചെയ്ത് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ഫങ്ഷണൽ സിസ്റ്റം ആവാണ്. അതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ പേര് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരെ പഠിച്ചു. ഓർഗൻ സിസ്റ്റംസ് ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസ് ഇറ്റ്സ് വിത്ത് വേരിയസ് പാറ്റേൺസ് ഓഫ് കോംപ്ലക്സിറ്റീസ്. അതായത് നമ്മൾ ആദ്യം തുടങ്ങിയത് സെല്ലുലാർ ആണ്. സെല്ലുലാറിന് പതുക്കെ നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരെ നോക്കി. ടിഷ്യൂ നമ്മൾ ഓർഗൻ കണ്ടു, ഓർഗൻ കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റം കണ്ടു. ഓർഗൻ സിസ്റ്റത്തിന്റെ താഴെ ഒരു എക്സാമ്പിൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. The digestive system in Platyhelminthes has only a single opening to the outside of the body that serves as both mouth and anus, and hence is called incomplete. A complete digestive system has two openings, mouth and anus. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റും കൂടിയാണ്. നമ്മൾ ബ്രൗണിൽ മാർക്ക് ചെയ്യാം. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റമിന്റെ ബേസിസിൽ നമ്മൾ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ഡിവിഷൻ കാണുന്നത്. ഒന്ന് ഇൻകംപ്ലീറ്റും കംപ്ലീറ്റും. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാല് പ്ലാറ്റി ഹെൽമിന്തസിൽ കാണുന്ന പോലെയാണ്. അവർക്കൊരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്. സിംഗിൾ ഓപ്പണിംഗ് തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഫുഡ് എടുക്കുന്നതും വേസ്റ്റ് പ്രോഡക്ട്സ് കളയുന്നതും ഒരു സിംഗിൾ ഓപ്പണിംഗ്. ഇതാണ് ആ സിംഗിൾ ഓപ്പണിംഗ്. ആ സിംഗിൾ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം സീൻ ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, നമ്മൾ ഇത്രയും നോക്കി. അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബേസിസിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇൻകംപ്ലീറ്റും, ഒന്ന് ഇൻകംപ്ലീറ്റ്, രണ്ടാമത്തെ എന്താ കംപ്ലീറ്റ്. കംപ്ലീറ്റിൽ എങ്ങനെയാ വരുന്നത്? അവർക്കൊരു മൗത്ത് ഉണ്ട്, സ്പെസിഫിക്കലി രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. ഒരു മൗത്ത് ഉണ്ട്, ഇനി വേസ്റ്റ് പ്രോഡക്ട്സ് കളയാൻ അടുത്ത ഓപ്പണിംഗ് ഉണ്ട്, അത് ഏനിസ്. ഫുഡിലേക്ക് കൂടി എടുക്കും, ഏനിസിലേക്ക് കൂടി കളയും. അപ്പൊ 2 ഡിഫറെന്റ് ഓപ്പണിങ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വേറൊരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ
നമ്മളിപ്പോ പഠിച്ചു ഇത് കംപ്ലീറ്റ് ആണെന്ന് പഠിച്ചു. ഇനി ഈ കംപ്ലീറ്റില് ഇനിയും 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് പ്രോട്ടോസ്റ്റോംസ്, രണ്ടാമത്തത് ഡ്യൂട്രോസ്റ്റോംസ്. ഇതെങ്ങനെയാന്ന് വെച്ചാല് പ്രോട്ടോ എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ്, ഡ്യൂട്രോ എന്ന് വെച്ചാൽ എന്താ സെക്കൻഡ്. പ്രോട്ടോ എന്ന് വെച്ചാൽ ഫസ്റ്റ്, ഡ്യൂട്രോ എന്ന് വെച്ചാൽ സെക്കൻഡ്. ഇനി സ്റ്റോമ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മൗത്ത് എന്നാണ്. അപ്പൊ പ്രോട്ടോസ്റ്റോംസ് എന്ന് വെച്ചാൽ എന്താ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഓൾറെഡി 2 ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമേഷന്റെ ടൈമിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പറയണം, നമ്മൾ വിചാരിക്കും മൗത്ത് ആണോ ഏനസ് ആണോ ആദ്യം ഫോം ചെയ്തത്. ആദ്യം ഫോം ചെയ്തത് മൗത്ത് ആണെങ്കിൽ ഫസ്റ്റ് മൗത്ത് ഇസ് ഫോം. അപ്പൊ എങ്ങനെയാ പ്രോട്ടോസ്റ്റോംസ്. അത്തരം ഓർഗാനിസംസിനെ നമ്മൾ പ്രോട്ടോസ്റ്റോംസ് എന്ന് വെച്ചു. ഇനി സെക്കൻഡ് ആണ് മൗത്ത് ഫോം ചെയ്തത്, അതായത് ഇൻഡയറക്ട്ലി ഏനസ് ആണ് ഫസ്റ്റ് ഫോം ചെയ്തത്, സെക്കൻഡ് മൗത്ത് ഫോം ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ഡ്യൂട്രോസ്റ്റോംസ് എന്ന് വിളിക്കും. ഇനി എക്സാമ്പിള് നമ്മൾ പഠിക്കും. ഡ്യൂട്രോസ്റ്റോംസിന്റെ എക്സാമ്പിള് 2 എണ്ണം. എക്കൈനോഡെർമേറ്റ, കോഡേറ്റ. ഇനി പ്രോട്ടോസ്റ്റോംസിന്റെ എക്സാമ്പിള് AQM, അനലിഡ്സ്, ആസ്ട്രമിന്തസ്, ആർത്രോപോഡ്സ്, മോളസ്ക്. ഇത്രയും സാധനങ്ങളാണ് പ്രോട്ടോസ്റ്റോംസ്. ബാക്കിയുള്ള എക്കൈനോഡെർമേറ്റയും കോഡേറ്റയും ഡ്യൂട്രോസ്റ്റോംസ് ആണ്. അപ്പൊ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തിരിക്കുകയാണ്. ഇൻകംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ 2 ഓപ്പണിംഗ്. അപ്പൊ 2 ഓപ്പണിംഗ് നമ്മൾ അല്ലെങ്കിൽ ആദ്യം ഫോം ചെയ്തത് ആദ്യം ഫോം ചെയ്ത മൗത്ത് ആണെങ്കിൽ പ്രോട്ടോസ്റ്റോംസ്. പ്രോട്ടോസ്റ്റോംസ് ആരൊക്കെയാണ്? AQM, അതായത് നമ്മുടെ അനലിഡ്സ്, ആർത്രോപോഡ്സ്, ആസ്ട്രമിന്തസ്, മോളസ്ക്. ഡ്യൂട്രോസ്റ്റോംസ് ഏതാ? എക്കൈനോഡെർമേറ്റ, കോഡേറ്റ. ഇനി ഇൻകംപ്ലീറ്റ് ഏതാണെന്നേക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻകംപ്ലീറ്റ് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. നമ്മള് ആ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതില് ടെക്സ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റം ഇനി എങ്ങനെയാണ്? സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓഫ് 2 ടൈപ്സ്. അതെന്തൊക്കെയാ? ഓപ്പൺ, ക്ലോസ്ഡ്. ഓപ്പൺ എന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തു വരും ആൻഡ് സെൽസും ടിഷ്യൂസും, ആ ഓർഗാനിസത്തിന്റെ സെൽസും ടിഷ്യൂസും ഡയറക്ട്ലി ബെയ്ത്ത് ചെയ്തിരിക്കുകയാണ് ബ്ലഡിൽ. അതായത് ബ്ലഡിന്റെ ഒരു പൂള് പോലെ ബ്ലഡ് പുറത്തേക്ക് വരുന്നു, പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനിന് പുറത്തേക്ക് വരുന്നു, അത് ഫുൾ പൂള് പോലെ ഫോം ചെയ്യുന്നു, എല്ലാവർക്കും ബ്ലഡ് കിട്ടുന്നു, അവിടെ കാര്യം കഴിഞ്ഞു. പക്ഷെ ക്ലോസ് ടൈപ്പിൽ എന്താന്ന് വെച്ചാല് വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ട് ക്ലോസ് ടൈപ്പിൽ ബ്ലഡ് സർക്കുലേറ്റഡ് ത്രൂ സീരീസ് ഓഫ് വെസൽസ്. ഈ വെസൽസിന് വേരിയിങ് ഡയമീറ്റേഴ്സ് ആവാം, അതായത് അവർക്ക് ആർട്ടറി, വെയിൻ, കാപ്പിലറി ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അത്രയാണ് ക്ലോസ് ടൈപ്പ്. ഇനി ക്ലോസ് ടൈപ്പ് എക്സാമ്പിൾ സർക്കുലേറ്ററി സിസ്റ്റം 2 ടൈപ്പ്. ഓപ്പൺ ആണെങ്കിൽ ഡയറക്ട്ലി bathed in blood, ക്ലോസ്ഡ് ആണെങ്കിൽ വേരിയിങ് ഡയമീറ്റേഴ്സിലുള്ള ബ്ലഡ് വെസൽസിന്റെ സീരീസ് ഓഫ് ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഓപ്പണിന്റെ എക്സാമ്പിൾ എന്താ? ആർത്രോപോഡ. ഈ എക്സാമ്പിൾസ് കൺഫ്യൂസ്ഡ് ആവാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കും. ഇനി ക്ലോസ്ഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനലീഡ്സിലാണ്. ഇനി പിന്നെ അനലീഡ്സിന്റെ അങ്ങോട്ട് ബാക്കിയുള്ള ഫൈലത്തിലും ക്ലോസ് തന്നെ. അപ്പൊ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമുള്ള ആരാ നമ്മൾ പഠിച്ചു? ആർത്രോപോഡ. ക്ലോസ്ഡ് അനലിഡ്സ് തൊട്ട് ബാക്കിയുള്ള അങ്ങോട്ട്. ഫസ്റ്റ് ക്ലോസ്ഡ് കണ്ട ഏതാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം ഫസ്റ്റ് കണ്ടത് അനലിഡ്സിലാണ്, ഫസ്റ്റ് ഫോം ചെയ്ത അനലിഡ്സിലാണ്. ഇത്രയും കഴിഞ്ഞു. ഇത്രയും നമ്മൾ പഠിച്ചു. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു, ഇതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, സർക്കുലേറ്ററി സിസ്റ്റമിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അതൊന്നും കൂടി നല്ലോണം റിവൈസ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞ് പിന്നെയും റിവൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് താറോ ആക്കി വെക്കുക. ഇനി അടുത്തത് സിമെട്രി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ സിമെട്രി. ആനിമൽസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ദ സിമെട്രി. അതിൽ നമുക്ക് 3 ടൈപ്പാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഓൺ സൈഡ് സിമെട്രി 3 ടൈപ്പ്. ഒന്ന് കംപ്ലീറ്റ്ലി എസിമെട്രിക്കൽ, 2 റേഡിയൽ സിമെട്രി, 3 ബൈലേറ്ററൽ. എസിമെട്രി എന്ന് വെച്ചാൽ എന്താ? ഏത് പ്ലെയിൻ വെച്ച് ഡിവൈഡ് ചെയ്താലും ഒരു ഓർഗാനിസമിന് ഭയങ്കര ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ഓർഗാനിസം ആണെന്ന് വെച്ചു, സ്പോഞ്ചസ് പോലത്തെ. പോറിഫറ, ഫൈലം പോറിഫറാണ് ഇതിന്റെ എക്സാമ്പിൾ. ഏത് പ്ലെയിൻ വെച്ച് എങ്ങനെ നമ്മൾ ഹാഫ് ചെയ്യാൻ നോക്കിയാലും ഇത് ഈക്വൽ ഹാഫ്സ് ആവില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
എങ്ങനെ നോക്കിയാലും ഇത് ഒരിക്കലും ഇങ്ങനെ ഏത് പ്ലെയിൻ വെച്ച് നോക്കിയാലും നമ്മൾ റൈറ്റും ലെഫ്റ്റെന്നോ അപ്പർ ഹാഫും ലോവർ ഹാഫെന്നോ അങ്ങനെ ഒരു 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 രീതിയിൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ എന്താ? പോറിഫറ. അപ്പൊ ഏസിമെട്രി പഠിച്ചു. ഇനി റേഡിയൽ. റേഡിയൽ എന്ന് വെച്ചാൽ എന്താ? അവര് ഏത് പ്ലെയിൻ വെച്ചാലും ഏത് പ്ലെയിൻ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണുള്ളത്. പ്ലെയിൻ ഏത് പ്ലെയിൻ വെച്ചാലും നമുക്ക് ഈക്വൽ 2 ഹാഫ്സ് കിട്ടും. ഇനി ആ പ്ലെയിന്റെ പ്രത്യേകത എന്താ? ആ പ്ലെയിൻ ഷുഡ് പാസ് ത്രൂ ദ സെന്റർ. നമ്മളൊരു സിലിണ്ട്രിക്കൽ ടൈപ്പ് ഓഫ് ഓർഗാനിസംസിനാണ് നമ്മൾ റേഡിയൽ സിമെട്രി പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ സെന്റർ, ഇതാണ് സെന്റർ എന്ന് വെച്ചാൽ ഈ സെന്ററിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഏത് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ എടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു, ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു, ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു, ഏത് ടൈപ്പ് ഓഫ് പ്ലെയിൻ ആയാലും if it passes through the center, the organism is divided into 2 equal halves. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് Coelenterata ആൻഡ് Ctenophora. ഇവർക്ക് റേഡിയൽ സിമെട്രി ആണ്. ഇതിൽ കുറച്ച് എക്സെപ്ഷൻസും വരുന്നുണ്ട്. എക്സെപ്ഷൻ നമ്മൾ വഴിയെ കാണും. അത് നമ്മളൊരു വൈഡർ പോയിന്റ് ഓഫ് വ്യൂന്ന് നമ്മളൊരു ബ്രീഫ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ബൈലേറ്ററൽ. ബൈലേറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ലേറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ്സ്. നമ്മുടെ ലേറ്ററൽ സൈഡ്സ് ഇപ്പൊ ഏതാന്ന് വെച്ചാൽ നമ്മൾ ഒരു റൈറ്റ് ഉണ്ട്, ഒരു ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരൊറ്റ പ്ലെയിൻ വെച്ച് നമുക്ക് ഒരു ഒറ്റ പ്ലെയിനേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബൈലേറ്ററൽ സിമെട്രി ആരിക്കാന്നുള്ളതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ബൈലേറ്ററൽ സിമെട്രി ആദ്യം എന്താന്ന് പറയണം? ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്ഥസ് ടു കോർഡേറ്റ്സ്. പ്ലാറ്റിഹെൽമിന്ഥസ് ടു കോർഡേറ്റ്സ് എല്ലാരും ബൈലേറ്ററൽ സിമെട്രിയാണ്. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ പ്ലാറ്റിഹെൽമിന്ഥസ് ടു കോർഡേറ്റ്സിൽ വരുന്ന അതിന്റെ ഇടയ്ക്ക് വരുന്നതാണല്ലോ എക്കൈനോഡേർമ്സ്. പക്ഷേ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് എക്സെപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ നോട്ട്സിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അപ്പൊ എന്താ എക്സെപ്ഷൻസ് എന്താ? അഡൽട്ട് എക്കൈനോഡേർമ്സ് ഉണ്ട്, ലാർവയുണ്ട്. ഈ അഡൽട്ട് എക്കൈനോഡേർമ്സ് ഏതിലാ വരുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു പ്ലാറ്റിഹെൽമിന്ഥസ് ടു കോർഡേറ്റ്സ് ഒരു വൈഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ബൈലേറ്ററൽ സിമെട്രി. പക്ഷേ അഡൽട്ട് എക്കൈനോഡേർമ്സ് വരുന്നത് റേഡിയൽ സിമെട്രിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ലാർവയോ? പക്ഷെ ലാർവ വരുന്നത് ബൈലേറ്ററൽ സിമെട്രിയാണ്. അത് കൺഫ്യൂസ്ഡ് ആവരുത്. അത് ആ രണ്ട് എക്സെപ്ഷൻ നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചു നോക്കാം. അപ്പൊ നമ്മൾ സിമെട്രി കണ്ടു. നമ്മൾ ടെക്സ്റ്റിലേക്ക് പോവാം. ടെക്സ്റ്റിലെ ഈ ഡയഗ്രംസ് അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡയഗ്രത്തില് ഈ ഡയഗ്രം തന്നിട്ട് ചോദിക്കും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കണ്ടത് ഏതിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് റേഡിയൽ ആണ്. ഏത് പ്ലെയിൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഈക്വൽ ഹാഫ്സിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് റേഡിയൽ സിമെട്രി ആണ്. ഇനി അടുത്തത് ഈ ഫിഗർ 4.1b നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന് ഒരൊറ്റ പ്ലെയിൻ വെച്ച് റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഏത് പ്ലെയിൻ വെച്ചും പറ്റില്ല. അപ്പൊ അത് ബൈലേറ്ററൽ സിമെട്രി ആണ്. ഇനി ബൈലേറ്ററൽ സിമെട്രി ആദ്യമായിട്ട് കണ്ടത് ആരില്ല, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്താ, അതിന്റെ എക്സെപ്ഷൻ എന്താ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സിമെട്രി പഠിച്ചു. 3 ടൈപ്പ്: എസിമെട്രിക്കൽ, റേഡിയൽ, ബൈലേറ്ററൽ, അതിന്റെ എക്സെപ്ഷൻ, എക്സാമ്പിൾ എല്ലാം പഠിച്ചു. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഇതെന്താ? ജേം ലെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഓർഗാനിസംസിനെ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. അതെന്തുകൊണ്ടാ? ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ജേം ലെയറിന്റെ അടിസ്ഥാന ആവശ്യം എന്താ? ജേം ലെയർ ആക്ച്വലി ടിഷ്യൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ജേം ലെയർ വിചാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് പോറിഫർ അല്ലെങ്കിൽ സ്പോഞ്ചസിന്റെ ഗ്രൂപ്പ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും സ്പോഞ്ചസിന് എന്തുകൊണ്ട് തന്നിട്ടില്ല? കാരണം സ്പോഞ്ചസിന്റെ ഓൾറെഡി സെല്ലുലാർ അഗ്രിഗേറ്റ്സ് മാത്രമാണ്, അവർക്ക് ടിഷ്യൂ ഇല്ല. ആക്ച്വലി ജേം ലെയർ എന്തിനാ? ജേം ലെയർ ഉണ്ടാക്കുന്നത് ടിഷ്യൂ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനാണ് ജേം ലെയർ. അപ്പൊ ടിഷ്യൂ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന സീലൻട്രേറ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കോമൺ സെൻസ് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഓൾറെഡി ടിഷ്യൂ ഉള്ള സാധനത്തിൽ നിന്നായിരിക്കുമല്ലോ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ടിഷ്യൂ ഒന്നും ഇല്ലാത്ത സ്പോഞ്ചസിന് എക്സാമ്പിളിൽ ഏത് ഗ്രൂപ്പിലും വരുന്നതല്ല. അപ്പൊ അങ്ങനെ അത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി ജേം ലെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ക്ലാസ്: ഡിപ്ലോബ്ലാസ്റ്റിക്, ഡിപ്ലോബ്ലാസ്റ്റിക് എന്താ? നമുക്കറിയാം ഡൈ അല്ലെങ്കിൽ ബൈ,
അതെന്താ രണ്ട്, എന്തോ രണ്ട് സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിന് ഒരു എക്ടോഡേം ഉണ്ട്, ഉള്ളില് ഒരു എൻഡോഡേമും ഉണ്ട്. ഇനി ഇതിന്റെ നടുക്ക് എന്താ, നമുക്ക് ഓൾറെഡി അറിയാം അഡ്വാൻസ്ഡ് ആനിമൽസിലൊക്കെ നടുക്ക് മീസോഡേം ആണ് കാണുന്നത്. ആ അഡ്വാൻസ്ഡ് ആനിമൽസ് വരുന്നത് ആക്ച്വലി ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എന്താ ഇത് എൻഡോഡേം ആണെങ്കിൽ ഇവിടെ മീസോഡേം കാണാൻ പറ്റും, ഏറ്റവും പുറത്ത് എക്ടോഡേം. പക്ഷെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ, എക്ടോഡേമും എൻഡോഡേമും. അപ്പൊ ഈ നടുക്ക് എന്താ നമ്മൾ ആലോചിക്കും, നടുക്ക് എന്താ, നടുക്ക് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണുള്ളത്. അത് മീസോഡേം അല്ല, കാരണം മീസോഡേം വരുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതെന്താ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്തിട്ടാണ് ഈ എക്ടോഡമിന് എൻഡോഡമിന് നടുക്കുള്ളത്. അതിന്റെ പേരെന്താ, ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിന്റെ പേരാണ് മീസോഗ്ലിയ. ലിറ്ററലി ജെല്ലി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മീസോഗ്ലിയ. ഇനി അതിന്റെ എക്സാമ്പിൾ എന്താ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം. എക്സാമ്പിൾ ആദ്യത്തത് സീലൻട്രേറ്റ, ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ വരുന്നത്. സ്പോഞ്ചസിനെ ഇൻക്ലൂഡ് ചെയ്ത്, കാരണം സ്പോഞ്ചസിന്റെ സെല്ലുലാർ ഡിവിഷൻ ആണ്. സെല്ലുലാർ ഡിവിഷൻ ടിഷ്യൂ ഇല്ല അവർക്ക്. ടിഷ്യൂ ഇല്ലെങ്കിൽ ജേം ലെയറിന്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ അവരിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം സീലൻട്രേറ്റ, പിന്നെ ടീനോഫോറ. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക്കോ, ട്രിപ്ലോബ്ലാസ്റ്റിക് നമുക്കറിയാം അഡ്വാൻസ്ഡ് ആനിമൽസ്. ഇപ്പൊ പ്ലാറ്റി ഹെൽമിന്ത്സ് തൊട്ട് കോഡേറ്റ വരെയുള്ള ബാക്കി എല്ലാത്തിനും ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ജേം ലെയറിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്തു, അതിന് എക്സാമ്പിൾ എന്താ പഠിച്ചു. ഡിപ്ലോബ്ലാസ്റ്റിക്കിന്റെ മീസോഗ്ലിയ ഉണ്ട്. മീസോഗ്ലിയ മറ്റേ ട്രിപ്ലോബ്ലാസ്റ്റിക് ഉണ്ടോ, ഇല്ല. അവർക്ക് വെൽ ഡിഫൈൻഡ് സെൽസ് അല്ലെങ്കിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ വന്നു. ആ സെൽസിനെ മീസോഡേം എന്ന് വിളിച്ചു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അപ്പൊ നമ്മൾ ആ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ മീസോഗ്ലിയ. അത് ഏതിലാണ്, അത് വരുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്, അതിന്റെ പേര് മീസോഗ്ലിയ. ഇനി തേർഡ് ജേർമിനൽ ലെയർ അതായത് മീസോഡേം ഉള്ളതിനെ അലോങ് വിത്ത് എക്ടോഡേം ആൻഡ് എൻഡോഡേം നമ്മൾ വിളിച്ചു ട്രിപ്ലോബ്ലാസ്റ്റിക്. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്ത്സ് ടു കോഡേറ്റ്സ്. ഈ ഡയഗ്രം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡയഗ്രം പിന്നെ മറ്റേ സീലമിന്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ വരുന്ന ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയഗ്രം അതേപോലെ തന്നെ ഒന്നിക്കൽ ലേബൽ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ആദ്യം കണ്ടത് ഏതില, അല്ലെങ്കിൽ അതിന് എക്സെപ്ഷൻ ഉണ്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഡയഗ്രം എന്താ, അതിന്റെ അടിയിൽ വരുന്ന എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ജേർമിനൽ ലേയേഴ്സിന്റെ ഈ റെഡ് സാധനം, ഈ റെഡ് ഇവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം മീസോഗ്ലിയ ആണ്. അതില് മീസോഡേം ഇല്ല. ഇനി മറ്റേതിൽ എന്താ, എല്ലും ഉണ്ട്, മീസോഡേമും ഉണ്ട്. ആ റെഡും സെൽസ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെൽസ് വെച്ച് ഓൾറെഡി അൺഡിഫറൻഷിയേറ്റഡ് ലെയർ അല്ല, ഓൾറെഡി സെൽസിന്റെ ഫോർമേഷൻ അവിടെ നടന്നു. അപ്പൊ അതിനെ മീസോഡേം എന്ന് വിളിച്ചു. ഇനി അടുത്തത് സീലമിന്റെ ആദ്യം പറയാനുള്ളത് ഈ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. ഇനി സീലം എന്താന്ന് പറയാം. സീലം ഇസ് എ ക്യാവിറ്റി, അതായത് ഒന്നുമില്ലാത്ത വോയിഡ് നിറഞ്ഞിരിക്കുന്ന ഒരു ക്യാവിറ്റി. പക്ഷെ ഈ ക്യാവിറ്റി ഇസ് ലൈൻഡ് ബൈ മീസോഡേം ഓൺ ഓൾ സൈഡ്സ്. അതാണ് സീലം. അപ്പൊ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കുമ്പോൾ ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. എന്താ, സീലമേറ്റ്, സ്യൂഡോസീലമേറ്റ്. ഇതിൽ സീലമേറ്റിന്റെ എക്സാമ്പിൾ എന്താ, സീലമേറ്റിന്റെ എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പ്ലാറ്റിഹെൽമിന്ത്സ് ആണ്. അത് ഒരു മെജോറിറ്റി ടൈംസിലും ചോദിക്കുന്ന പ്ലാറ്റിഹെൽമിന്ത്സ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സീലമേറ്റിന്റെ എക്സാമ്പിൾ എന്താന്ന്, അല്ലെങ്കിൽ അതിന്റെ ഏത് ടൈപ്പ് ഓഫ് സീലം ഉണ്ടെന്ന്. കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ടൈംസ് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാറ്റിഹെൽമിന്ത്സിന് ഏത് സീലമാണ്, അല്ലെങ്കിൽ സീലമേറ്റിന്റെ എക്സാമ്പിൾ എന്താണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാറ്റിഹെൽമിന്ത്സ്, ഇവരിൽ എങ്ങനെയാ. ഇനി ഡയഗ്രാം നോക്കാം. ഇതാണ് സീലമേറ്റ്. അവർക്ക് സീലം ഇല്ല, ഒരു ക്യാവിറ്റിയും കാണാനില്ല. അതെന്തുകൊണ്ടാ സീലം ഇല്ലാത്തതെന്ന് വെച്ചാൽ ആ ക്യാവിറ്റി ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് സെൽസ്. ഇതില് നമുക്ക് ഒരു ക്യാവിറ്റി, ഒരു വോയിഡോ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് സീലമേറ്റ് ആണ്. അപ്പൊ ആ ഡയഗ്രാം മാച്ചസ് വിത്ത് സീലമേറ്റിനെ അറിഞ്ഞിരിക്കണം. ഇനി സ്യൂഡോസീലമേറ്റ്, ഇവിടെ ഒരു ക്യാവിറ്റി നമുക്ക് ഇടക്കിടക്ക് കാണാം, പക്ഷെ അതിന്റെ നടുക്ക് പൗച്ചസ് ഓഫ് സെൽസ് നമുക്ക് കാണാം. കംപ്ലീറ്റ്ലി സെൽസിനെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടില്ല, പക്ഷെ പൗച്ചസ് ഓഫ് സെൽസ് കാണാം. അതായത് ഒരു പൗച്ച് ഓഫ് സെല്ലിവിടെ, അടുത്ത പൗച്ച് ഓഫ് സെല്ലിവിടെ, അടുത്ത പൗച്ച് ഓഫ് സെല്ലിവിടെ, അടുത്ത പൗച്ച് ഓഫ് സെല്ലിവിടെ. അതിന് നമ്മൾ വിളിക്കും സ്യൂഡോസീലം. ഇനി സ്യൂഡോസീലമേറ്റിന്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം.
എന്താ സ്യൂഡോസിലമേറ്റ്സ് ആസ്റ്റൽമിന്തസ്. ആസ്റ്റൽമിന്തസ് ആണ് സ്യൂഡോസിലമേറ്റ്സിന്റെ എക്സാമ്പിൾ. അതും ഒരു കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്യൂഡോസിലമേറ്റിന്റെ എക്സാമ്പിൾ. ഇനി അത് കണ്ടു. ഇനി അടുത്തത് സീലമേറ്റ്. ഇനി സീലമേറ്റിൽ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്ന ഈ ഡയഗ്രത്തിൽ നല്ലൊരു ക്യാവിറ്റി ഫോർമേഷൻ ഉണ്ട്. പ്ലസ് ആ ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ മീസോഡേം. കണ്ടോ, മീസോഡേമൽ സെൽസിന് ഓൺ ബോത്ത് സൈഡ്സ് ലൈനും ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ വിളിച്ചു സീലമേറ്റ്, അല്ലെങ്കിൽ യൂസീലമേറ്റ് എന്ന് വിളിക്കും. യു എന്ന് വെച്ചാൽ ട്രൂ. അപ്പൊ സീലമേറ്റ് അല്ലെങ്കിൽ യൂസീലമേറ്റ് നമുക്ക് വിളിക്കാം. ഇനി യൂസീലമേറ്റിലെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ യൂസീലമേറ്റ് അല്ലെങ്കിൽ സീലമേറ്റ് എന്ന് പറയുന്നത് അതിന് ഓൾറെഡി വെൽ ഡിഫൈൻഡ് ക്യാവിറ്റി ഉണ്ട്. അതിന് രണ്ട് ഡിവിഷൻ വേറെയും ഉണ്ട്, ഷൈസോസീലം, എന്ററോസീലം. അതെന്താന്ന് വെച്ചാല് ഈ ക്യാവിറ്റീസ് ഫോംഡ് ഹൗ, അതിന്റെ ബേസിലാണ് ഹൗ എന്ന് എഴുതിയത്. ക്യാവിറ്റീസ് ഫോംഡ് ഹൗ. ഇനി ക്യാവിറ്റി ഇസ് ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് മീസോഡേം ആണെങ്കിൽ നമുക്ക് അതിനെ ഷൈസോസീലം എന്ന് വിളിക്കാം. അതിന്റെ എക്സാമ്പിൾ എന്താ? എ സ്ക്വയർ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ആസ്റ്റൽമിന്തസ് ഈ എയിൽ ഇൻക്ലൂഡഡ് അല്ല, കാരണം ആസ്റ്റൽമിന്തസ് സ്യൂഡോസീലമേറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് രണ്ടുണ്ട് അനലിഡ്സും ആർത്രോപോഡ്സും. അനലിഡ്സ്, ആർത്രോപോഡ്സ്, മോളസ്ക്, ഇത് മൂന്നും വരുന്നത് ഷൈസീലം. ഇനി എന്ററോസീലം എന്ന് വെച്ചാൽ എന്താ? ഈ സീലം ഇസ് ഫോംഡ് ബൈ ദ വാൾ ഓഫ് ഗട്ട് അല്ലെങ്കിൽ ലൈൻ ബൈ ദ വാൾ ഓഫ് ഗട്ട്. അതിന്റെ എക്സാമ്പിൾ എക്കൈനോഡെർമേറ്റ, നമ്മള് ആ ഇത് മറ്റു യൂസീലമേറ്റിന്റെ താഴെ ഷൈസോസീലം, എൻഡ്രോസീലം, അതെന്തിന്റെ ബേസിലാണ്? ഹൗ ഇസ് ദ സീലം ഫോംഡ് അല്ലെങ്കിൽ ഹൗ ഇസ് ദ ക്യാവിറ്റി ഫോംഡ്. അതിന്റെ ബേസിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് മീസോഡേം ആണെങ്കിൽ ഷൈസോസീലം എന്ന് പഠിച്ചു, വാൾ ഓഫ് ഗട്ട് എന്നാണെങ്കിൽ എന്ററോസീലം എന്ന് പഠിച്ചു. എന്ററോസീലം ഇനി ഓർത്ത് വെക്കണമെങ്കിൽ ഈ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആലോചിക്കാം എക്കൈനോ കോഡേറ്റീവ് എന്ററോസീലമിൽ വരുന്നതാണ്. എന്ററോസീലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം യൂസീലമേറ്റിന്റെ താഴത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ എക്കൈനോഡെർമേറ്റിൻ കോഡേറ്റീവ് എന്ററോസീലത്തിൽ വരും. അതേപോലെ ഷൈസോസീലമിന്റെ ഇടയിൽ അതിന്റെ മുമ്പുള്ള ബാക്കി സാധനം മോളസ്ക്, അനലിഡ്, ആർത്രോപോഡ്, ആസ്റ്റൽമിന്തസ്, അങ്ങനെ പോകും. പക്ഷെ ആസ്റ്റൽമിന്തസ് വരെ സ്യൂഡോസീലമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അനലിഡ്സ്, ആർത്രോപോഡ്, മോളസ്ക്, ഇത്രയാണ് ഷൈസോസീലം നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ? The body is externally and internally divided into segments with a serial repetition of at least some organs. അതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് വെച്ചാൽ എക്സ്റ്റേർണലി ആൻഡ് ഇന്റേർണലി ഡിവൈഡഡ് ആണ്. എന്തായിട്ടാണ് ഈ പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? സെഗ്മെന്റ്സ് എന്നുള്ള പാർട്ടിലേക്ക് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓരോ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താ? ആ ഓരോ സെഗ്മെന്റും നമ്മൾ സീരിയൽ റെപ്പറ്റീഷൻ കാണുന്നതാണ്. എന്തിന്റെ? ഓർഗൻസിന്റെ സീരിയൽ റെപ്പറ്റീഷൻ ഉണ്ട്. സീരിയൽ റെപ്പറ്റീഷൻ അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. അത് ആ ഒരു ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും മൈന്യൂട്ട് ഡിഫറൻസസോ ചേഞ്ചസോ വന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി ഫോർ എക്സാമ്പിൾ, ഇൻ earthworm body shows this pattern called metameric segmentation and the phenomenon is known as metamerism. അപ്പൊ അതിലും ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആയി. മെറ്റാമറിസം കാണുന്ന ഒരു എക്സാമ്പിൾ ഓഫ് ഓർഗനിസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം earthworm. earthworm ഏതിലാ വരുന്നത് നമുക്കറിയാം. earthworm അത് ഇതുവരെ പഠിച്ചില്ല, പക്ഷെ നമ്മൾ ഇനി പോവും. earthworm is an annelid. അപ്പൊ നമുക്ക് പറയാം annelids മെറ്റാമറിസം എന്ന് പറഞ്ഞൊരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. ഇനി സെഗ്മെന്റേഷന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ആക്ച്വലി കൊടുത്തിട്ടില്ല. സെഗ്മെന്റേഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയാം അനലിഡ്സിൽ മെറ്റാമറിസം ഉണ്ടെന്ന് വരെ ഓൾറെഡി പറഞ്ഞു. ഇനി ആർത്രോപോഡ്സ് ഉണ്ട്, കോഡേറ്റ. ഇവരിലും പല ടൈപ്പ് സെഗ്മെന്റേഷൻ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മെറ്റാമറിസം കാണുന്ന ഏതിലാണെന്നറിയാം, അനലിഡ്സിന്റെ എക്സാമ്പിൾ earthworm. അത്രയും പഠിച്ചു. സെഗ്മെന്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നോട്ടോകോഡ് എന്താ? നോട്ടോകോഡ് എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? നോട്ടോകോഡ് മീസോഡേമിന്റെ ഡിറൈവ്. ആ മീസോഡേമിന്റെ പകരം എക്ടോഡേമിലി, എൻഡോഡേമിലി എന്നും കൊടുത്താൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി എല്ലാ ഡേംസ് എക്ടോഡേമും എൻഡോഡേമും മീസോഡേമിനും ഡിറൈവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അല്ല, മീസോഡേമിന് മാത്രമേ ഡിറൈവ് ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ്. പിന്നെ അതൊരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്?
ഫോം ചെയ്തിരിക്കുന്നത് ഡോർസൽ സൈഡിലാണ്. ഈ അണ്ടർലൈൻ ചെയ്യുന്നൊക്കെ ഓരോ പോസിബിൾ മാറ്റി മാറ്റി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ മീസോഡോമിയ ഡിറൈവ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഡോർസലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. പക്ഷെ അത് എല്ലാ ഓർഗാനിസംസിലും ഇല്ല, ഇൻ സം ആനിമൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? ആനിമൽസ് വിത്ത് നോട്ടോകോഡ് ഉള്ള ആൾക്കാരെ നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് ആനിമൽസ് അവർക്ക് ഇല്ലാത്തതിനെ നമ്മൾ നോൺ കോഡേറ്റ്സ് എന്ന് വിളിച്ചു. അതിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കേണ്ട ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, കോഡേറ്റ്സ് ഏറ്റവും ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയി. നോൺ കോഡേറ്റ്സ് ആക്ച്വലി നമ്മൾ പോറിഫറ ടു ഹെമി കോഡേറ്റ് ആണ് നോൺ കോഡേറ്റ്സ് എന്ന് വിചാരിക്കുക ആക്ച്വലി. പക്ഷെ ഇവിടെ എൻസിആർടി കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട് പോറിഫറ ടു എക്കൈനോഡേംസ് മാത്രമേ ഉള്ളൂ നോൺ കോഡേറ്റ്സ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കാം, ഹെമി കോഡേറ്റിൽ എന്തോ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പൊ അതിൽ എന്തോ ഒരു സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ ഇത് നോട്ടോകോഡ് ആണോ അല്ലയോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. വി ആർ നോട്ട് മച്ച് ഷുവർ. അപ്പൊ നമുക്ക് ഒന്നിലും നമ്മൾ ഹെമി കോഡേറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ടിഷ്യൂ, ഓർഗൻ. ഇനി ഞാൻ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം, നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? സെല്ലുലാർ ലെവൽ ഏതിലാ കാണുന്നത്? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ട് പറയാൻ പറ്റും സ്പോഞ്ചസിലാണ്. പിന്നെ ടിഷ്യൂ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാ? സീലൻഡ്രേറ്റ്സില്. ഓർഗൻ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാ? പ്ലാറ്റിഹെൽമിന്തസില്. ഇനി ഓർഗൻ സിസ്റ്റം കാണുന്നത് ഏതിലാ? ആഷൽമിന്തസോട്ടാണ് ഓർഗൻ സിസ്റ്റം. പിന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. കംപ്ലീറ്റ് അതിന്റെ എക്സാമ്പിൾ. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിവൈഡ് ഇൻടു പ്രോട്ടോസ്റ്റോംസ് ആൻഡ് യൂട്രോസ്റ്റോംസ്. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. ഇനി അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു. സർക്കുലേറ്ററി സിസ്റ്റം ഡിവൈഡ് ഇൻടു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സിമെട്രി പഠിച്ചു. 3 ടൈപ്പ് ഓഫ് സിമെട്രി. ആ സിമെട്രിയുടെ ഡയഗ്രാം നോക്കി അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. എക്സെപ്ഷൻ പഠിച്ചു. സഡൻലി ഇപ്പൊ ചോദിക്കുകയാണ് ലാർവ ഓഫ് എക്കൈനോഡേംസ് ഏത് സിമെട്രിയാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഏത് സിമെട്രിയാ? ബൈലേറ്ററൽ സിമെട്രി. ഇനി അഡൽട്ട് എക്കൈനോഡേംസ് ഏത് സിമെട്രിയാ? റേഡിയൽ. നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു ബൈലേറ്ററൽ സിമെട്രി ആണെന്ന്. പക്ഷെ നമുക്കറിയാം എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കും പഠിച്ചു. മറ്റേ കാര്യം നോട്ട് ചെയ്തു, സ്പോഞ്ചസ് ഇതിൽ ഒന്നിലുമില്ല, കാരണം അതിന് സെല്ലുലാർ ലെവലാണ്. ടിഷ്യൂ ഫോർമേഷൻ ഇല്ലാത്തടത്ത് ജേം ലെയറിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പഠിച്ചു. സീലൻഡ്രേറ്റ, ടീനോഫോറ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആന്ന് പഠിച്ചു. ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ ഏതൊക്കെ വരും? പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്സ് എല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക് ആന്ന് പഠിച്ചു. സീലമിന്റെ ഈ ഡയഗ്രാം നോക്കി വെച്ചു, എൻസിആർടിയിലെ ഡയഗ്രാം. സ്യൂഡോസീലമേറ്റ്സിന്റെ എക്സാമ്പിൾ എന്താ സഡൻലി വെച്ചാൽ പറയാൻ പറ്റണം? ആഷൽമിന്തസ് ആണ്. എ സീലമേറ്റ് പ്ലാറ്റിഹെൽമിന്തസ്. ഇനി യു സീലമേറ്റ് അല്ലെങ്കിൽ ട്രൂ സീലം അല്ലെങ്കിൽ സീലമേറ്റ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഷൈസോസീലം, എന്ററോസീലം. ഓൺ ദ ബേസ് ഓഫ് വാട്ട്? ഓൺ ദ ബേസ് ഓഫ് ഹൗ ദ സീലം ഇസ് ഫോംഡ്. അത് സ്പ്ലിറ്റിംഗ് ഓഫ് മീസോഡം ആണെങ്കിൽ ഷൈസോസീലം, എന്ററോസീലം ആണ് ഗട്ടിന്റെ വാളിന് ഫോം ചെയ്തു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. ഇനി സെഗ്മെന്റേഷൻ കണ്ടു. സെഗ്മെന്റേഷൻ മെറ്റാമറിസം കാണുന്ന ഓർഗാനിസം ഏതാന്ന് പഠിച്ചു. നോട്ടോകോഡ് എവിടുന്ന ഡിറൈവ്ഡ്, അത് എന്ത് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഏത് സൈഡിലാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾ എന്താ? ഹെമി കോഡേറ്റ്സ് നമ്മൾ ഏതിലും എക്സാമ്പിൾ പറയുന്നുമില്ല. അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാല് ആൻഡ് വൺ മോർ തിങ്, ഈ പോറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റി. ഇനി അടുത്തത് പഠിക്കേണ്ടത് ഈ ഓർഡർ PC സ്ക്വയർ, PA3, മെഹക്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഓർത്ത് വെക്കുന്ന രീതിയിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂമോണിക്, ഇതൊരു ഫേമസ് ന്യൂമോണിക് ആണ്. പോക്കോ. ഈ സീനെ നമുക്ക് ചായ് എന്ന് പറയാം, ചായ്. ഈ പീനെ നമുക്ക് പീനെ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരാളെ വിളിക്കാം, ആ കുട്ടിയുടെ പേര് പോക്കോ. പോക്കോനെ വിളിക്കാണ് എന്തിന്? ചായ് പീനെ. എ എ എ ആന്ന് വെച്ചാല് ഹിന്ദിയിൽ വാന്നുള്ള മീനുണ്ട്. അപ്പൊ പോക്കോനെ ചായ കുടിക്കാൻ നമ്മൾ വിളിക്കാണ്. കൂടെ ആരും ഉണ്ട്? മെഹക്കും ഉണ്ട്. അതൊരു വേറെ ന്യൂമോണിക്കാണ്. നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ പഠിക്കാം. അപ്പൊ പോക്കോ ചായ പീനെ മെഹക്കും വരുന്നുണ്ട് ചായ കുടിക്കാൻ. അപ്പൊ അത്രയും പഠിച്ചു. പോക്കോ ചായ പീനെ മെഹക്കും ചായ കുടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ആ ഓർഡർ നമ്മൾ പഠിക്കണം. പോയിന്റ് പോറിഫെറ, കോയിന്റെ സീലൻഡ്രേറ്റ. ഈ സീലൻഡ്രേറ്റിന്റെ ടീനോഫോറും തിരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഈ കോ എന്നിട്ടത്. കോ എന്ന് പറഞ്ഞാൽ CO. ആ CO എന്ന് സീലൻഡ്രേറ്റ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. ഈ ഓർഡർ പഠിച്ചു. ഇനി നമ്മൾ 1 by 1 ഓരോ ഫയലത്തിനെയും കാണാൻ പോകും. ഈ ഡയഗ്രാം നമ്മൾ ആക്ച്വലി ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആക്കാൻ വെച്ചാൽ അവരെന്താ ചെയ്യുന്ന വെച്ചാല് ഓരോ സ്ഥലത്ത് ബ്ലാങ്ക് സ്പേസ് കൊടുക്കും. എന്നിട്ട് ചോദിക്കും ഇതിൽ
ഈ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഏത് വെച്ചാണ്, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ ആനിമേലിയ മൾട്ടി സെല്ലുലാർ ആണെന്ന് നമുക്കറിയാം. ഈ ആദ്യം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വെച്ച് നമ്മൾ സെല്ലുലാർ ആക്കി, അല്ലെങ്കിൽ ടിഷ്യൂ ഓർഗൻസും. അപ്പൊ നമുക്കറിയാം സെല്ലുലാർ ഒരെണ്ണേ ഉള്ളൂ. സെല്ലുലാർ കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആകെ ഉള്ളത് പോറിഫറയാണ്. അപ്പൊ അതിന്റെ ഫൈനൽ എക്സാമ്പിൾ എന്തായാലും പോറിഫറ മാത്രമേ വരുള്ളൂ. ഇനി പോറിഫറയില് ബോഡി ക്യാവിറ്റി ഓർ സീലം ഒന്നും ആ സമയത്ത് വന്നിട്ടും കൂടി ഇല്ല. അപ്പൊ എ സീലമേറ്റയാണ്. ഇനി പോരാത്തതിന് സിമെട്രി എങ്ങനെയാ, എ സിമെട്രിക്കലാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ഓർഗൻ സിസ്റ്റം. അതിനെ നമ്മൾ രണ്ട് സിമെട്രി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ആക്കാം, റേഡിയലും ബൈലേറ്ററലും. റേഡിയൽ ആണെങ്കിൽ നമുക്കറിയാം എന്താ, റേഡിയൽ ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണേ പഠിച്ചിട്ടു, സീലൻഡ്രേറ്റയും ടീനഫോർ. ഈ നിഡേരിയ എന്ന് പറയുന്നത് സീലൻഡ്രേറ്റയുടെ വേറൊരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ വേറൊരു സിനോണിം പോലത്തെ ഒരു സാധനം. നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ് അവർ മാറി മാറി വിളിക്കാം. പണ്ട് നിഡേരിയ എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി നമ്മൾ കോമൺ ആയിട്ട് സീലൻഡ്രേറ്റ് എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ റേഡിയലില് എ സീലമേറ്റയിൽ വരുന്ന രണ്ടെണ്ണം സീലൻഡ്രേറ്റ, ടീനോഫോർ. ഇനി ബൈലേറ്ററൽ സിമെട്രി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിലാണ്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം അടുത്തതായിട്ട് ബോഡി ക്യാവിറ്റി ഓർ സീലം വെച്ച് ഡിവൈഡ് ചെയ്തു, എ സീലമേറ്റ്, സ്യൂഡോ സീലമേറ്റ്, സീലമേറ്റ്. അപ്പൊ എ സീലമേറ്റ് പ്ലാറ്റി ഹെൽമിന്തസ്, സ്യൂഡോ സീലമേറ്റ് ആസ്റ്റൽമിന്തസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വിത്ത് ട്രൂ സീലം അല്ലെങ്കിൽ സീലമേറ്റ്സ് ഇത്രയും സാധനങ്ങൾ. അപ്പൊ നമ്മൾ ഈ ടേബിള് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഏത് ബ്ലാങ്ക് സ്പേസസും ഫില്ല് ചെയ്യാൻ നമുക്ക് അറിയാം. നമ്മൾ അടുത്തത് ഫൈലം പോറിഫറ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഓരോ ഫൈലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അതിന്റെ എന്ത് പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം. എക്സാമ്പിളോട് വേറെ എന്ത് പഠിക്കണം, അതിന്റെ മെയിൻ എക്സെപ്ഷൻ. അതൊക്കെ ഞാൻ ടൈമിന്റെ കുറച്ച് ലിമിറ്റും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് പോലെ പോസിബിൾ ക്വസ്റ്റ്യൻസ് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ പറയാം. പിന്നെ എന്തൊക്കെയാ വരിക ബാക്കി നിങ്ങൾ എക്സാമ്പിളും ഡയഗ്രംസ് ഐഡന്റിഫൈ ചെയ്യാനും എല്ലാം ഓൾറെഡി പഠിച്ചോളാം. അപ്പൊ ആദ്യം ഫൈലം പോറിഫറ. ഫൈലം പോറിഫറിന്റെ മെമ്പേഴ്സിനെ വിളിക്കുന്നത് പേരെന്താ, അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താ കോമൺലി കോൾഡ് സ്പോഞ്ചസ്. കോമൺലി വിളിക്കുന്നത് എന്താ, സ്പോഞ്ചസ്. അവരെങ്ങനെയാ, ജനറലി മെറീൻ ആണ്. ജനറലി മെറീൻ ആൻഡ് മോസ്റ്റ്ലി എസിമെട്രിക്കൽ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ മെറീൻ ആണ്. എസിമെട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു സ്പോഞ്ച് ജനറലി മെറീൻ ആണ് എക്സെപ്റ്റ് ഒരു സ്പോഞ്ച് വിച്ച് ഇസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അത് ഏതാന്ന് ചോദിക്കാനുള്ള സാധ്യത നല്ലോണം കൂടുതലുണ്ട്. അത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോട്ട് ചെയ്യാം. സ്പോഞ്ചില്ല. ഈ സ്പോഞ്ചിലേനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ ഡയഗ്രാണ് സ്പോഞ്ചില്ല നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പോഞ്ചിലേന്റെ പ്രത്യേകത എന്താ, അതൊരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആയി. അപ്പൊ ആ എക്സെപ്ഷൻ നമ്മൾ നോട്ട് ചെയ്തു. മെറീൻ ആണ് എക്സെപ്റ്റ് സ്പോഞ്ചില്ല, അതൊരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. ഇനി അടുത്ത പോറിഫറിന്റെ പ്രത്യേകത എന്താ, അവര് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. പിന്നെ എന്താ, അവർ എസിമെട്രിക്കൽ ആണ്. അടുത്ത എന്താ, അവർക്ക് സെൽ അഗ്രിഗേറ്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന വേറൊരു സാധനം, സ്പോഞ്ചസിന്റെ ഒരു പ്രത്യേക യുണീക് ഫീച്ചർ ഓഫ് സ്പോഞ്ച് വെച്ച് നമുക്ക് പറയാൻ പറ്റണം, അവർക്കൊരു വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ എക്കൈനോഡെർമേറ്റിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും പറയും അവർക്കൊരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഓൾറെഡി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തോന്നും. നമ്മൾ ഹൈലി നോട്ടീസബിളും അല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ, വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം കാണുന്ന ഏതിലാ, പോറിഫറയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ യുണീക് ഫീച്ചർ സ്പോഞ്ചസ് എന്താ, വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർക്ക് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, വാട്ടർ അവരിൽ എൻ്റർ ചെയ്യുന്നത് മൈന്യൂട്ട് പോർസ്. ആ മൈന്യൂട്ട് ഇമ്പോർട്ടന്റ് ആണ്. മൈന്യൂട്ട് വലുതാണോ ചെറുതാണോ അങ്ങനെ അവർ ചോദിക്കും. മൈന്യൂട്ട് പോർസിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയ. ആ ഓസ്റ്റിയ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് പോർസ്. ബോഡി വോളിൽ അവർക്ക് ഇങ്ങനെ മൈന്യൂട്ട് പോർസ് ഉണ്ട്, അതിന്റെ പേരാണ് ഓസ്റ്റിയ. എന്നിട്ട് ഓസ്റ്റിയന്ന് എന്തെങ്കിലും എൻ്റർ ചെയ്ത സാധനം ഒരു സെൻട്രൽ ക്യാവിറ്റി, അതായത് സെൻട്രൽ ക്യാവിറ്റിനെ വിളിക്കുന്ന എന്താ, സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഇവര് കുറച്ചും കൂടി ഒരു വലിയ ക്യാവിറ്റി ആയ ഓസ്ക്യുലത്തിലേക്ക് കൂടിയാണ് ഓസ്ക്യുലത്തിലേക്ക് കൂടി അവർ പുറത്തേക്ക് പോകും. ഇപ്പൊ വാട്ടർ എൻ്റർ ചെയ്തു മൈന്യൂട്ട് പോർസിലേക്ക് കൂടി,
നെയിംഡ് ഓസ്റ്റിയ. എന്നിട്ട് സ്പോഞ്ചോസീലിലെ കൂടി അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കളിച്ച് പുറത്തേക്ക് പോകുന്നത് ഓസ്റ്റിലത്തിലെ കൂടിയാണ്. ഇനി പാത്വേ വാട്ടർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഫങ്ഷൻസും നമ്മൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അറിഞ്ഞിരിക്കണം. ഫുഡ് ഗ്യാദറിംഗ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്, അതാണ് അതിനെ ഹെൽപ്പ് ചെയ്ത. അതിനാണ് വാട്ടർ കനാൽ സിസ്റ്റം ഉള്ളത്. ഇനി കോയാനോസൈറ്റ്സ്. കോയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ്. കോയാനോസൈറ്റ്സ് കാണുന്ന ഏത് ഓർഗാനിസംസിലാന്ന് പറഞ്ഞാൽ നമുക്കറിയണം, സ്പോഞ്ചസിലാണ്. ആ കോയാനോസൈറ്റ്സിന്റെ വേറെ പേര് എന്താന്ന് വെച്ചാൽ നമുക്കറിയണം. എന്താ കോയാനോസൈറ്റ്സിന്റെ വേറെ പേര്? കോളർ സെൽസ്. കോളർ സെൽസ് അവരെന്തിനാ ലൈൻ ചെയ്യുന്നത്? സ്പോഞ്ചോസീൽ, സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ്. ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞു. ഇനി ഇതിന്റെ ഡൈജഷൻ എങ്ങനെയാ? ഇൻട്രാസെല്ലുലാർ. ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ കാണുന്നതാണ് സ്പോഞ്ചസിൽ. ഇനി ബോഡി സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ മേഡ് അപ്പ് ഓഫ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സും വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ്, അതായത് ഹെർമാഫ്രോഡൈറ്റ്സ്. സെക്സ് സെപ്പറേറ്റ് അല്ലാണ്ട് രണ്ട് സെക്സും ഒരേ ഇതില്, അതായത് എഗും സ്പേമും ഒരേ ഇൻഡിവിജ്വൽ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പറയും ഹെർമഫ്രോഡൈറ്റ്. അപ്പോൾ സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ്, ഹെർമഫ്രോഡൈറ്റ് എന്ന് പറയും. ഇനി സ്പോഞ്ചസിന്റെ റീപ്രൊഡക്ഷൻ എന്താ? സെക്ഷലി എങ്ങനെയാ? ഫ്രാഗ്മെന്റേഷൻ. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. സെക്ഷലി എങ്ങനെയാ? ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. അപ്പോ അത് മനസ്സിലാക്കാൻ സ്പോഞ്ചസിൽ ബോത്ത് സെക്ഷലും സെക്ഷലും റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇനി ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഈ എഗും സ്പേമും മീറ്റ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് പറയണം, ബോഡിയുടെ പുറത്താണോ അല്ലെങ്കിൽ പുറത്ത് റിലീസ് ചെയ്ത് പുറത്താണോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്റേണലി തന്നെയാണോ എന്ന് വെച്ചാൽ നമുക്കറിയണം ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് എങ്ങനെയാ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? അതില് ഒരു ലാവൽ സ്റ്റേജ് ഇൻക്ലൂഡഡ് ആണ്. ലാവൽ സ്റ്റേജ് ഉള്ള നമ്മുടെ ഗ്രോത്ത് സ്റ്റേജസ് എടുത്ത് നോക്കുമ്പോൾ അതിന് ലാവൽ സ്റ്റേജ് കാണുന്നുണ്ടെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് വിളിക്കും. ആൻഡ് ഈ ലാവൽ സ്റ്റേജ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്ട് ആണ് ഫ്രം ദി അഡൾട്ട്. ഐഡന്റിക്കൽ അല്ല, മോർഫോളജിക്കലി നല്ല ഡിസ്റ്റിങ്ഷനും ഉണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പോറിഫറയുടെ എക്സാമ്പിൾസ് കൂടി ബാക്കിയുണ്ട്. എക്സാമ്പിൾസ് മെയിൻലി ഡയഗ്രാം കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. ഈ എ ഡയഗ്രാം എന്താ? നെയിം ദിസ് ഓർഗാനിസം, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ, ഇതിന്റെ ഫെർട്ടിലൈസേഷൻ ഏത് ടൈപ്പാ നമ്മൾ ആദ്യം ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണ്ടേ. അപ്പൊ ഐഡന്റിഫൈ നമുക്ക് മനസ്സിലാവും. എ എന്ന് പറഞ്ഞാൽ സൈക്കൺ. അതിന്റെ ഒരു ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സൈക്കണില് ഒരു വൈ ഉണ്ട്. സൈക്കണില് വൈ പോലത്തെ ഒരു സ്ട്രക്ചർ അല്ലേ ഇതിന് ഓൾറെഡി ഉള്ളത്. നമ്മൾ വൈ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ ഈ സ്ട്രക്ചർ ആക്ച്വലി വൈ പോലെ നമുക്ക് കുറച്ചൊരു സിമിലാരിറ്റി തോന്നാം. അപ്പൊ നമുക്ക് പറയാം ഇതിനെ നമ്മൾ സൈക്കണിന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സാധനം സ്പോഞ്ചിയാന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം സ്പോഞ്ച് ഇല്ലാന്നും, ഈ സി എന്ന് പറയുന്നത് സ്പോഞ്ച് ഇല്ലാന്നും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ലെവൽ ഓഫ് സിമെട്രി. നമുക്ക് ഈ ഡയഗ്രാം ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും സിമെട്രിക്കൽ ആണ് ഈ ഓർഗൻസ്. അപ്പൊ നമ്മൾ ആ സിമെട്രി ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം, ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഫൈലം പോറിഫറ കംപ്ലീറ്റ് ചെയ്തു. ഇനി എക്സാമ്പിൾ പഠിച്ചു. എക്സാമ്പിൾ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ, ഈ ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ എക്സാമ്പിൾ ആണ് വന്നിരിക്കുന്നത്. ജനറലി മെറീന് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ സ്പോഞ്ചില്ല എന്ന് പറഞ്ഞ സാധനം ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്, അത് എക്സെപ്ഷൻ ആണ്, നേരത്തെ പറഞ്ഞു. ഇനി സ്പോഞ്ചിയുടെ വേറെ പേര് ബാത്ത് സ്പോഞ്ച്. ഈ എക്സാമ്പിൾ പഠിച്ചു, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു, അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുകയാണെങ്കിൽ, അവരെങ്ങനെയാ കോമൺലി നോൺ ആസ് വാട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. അവർ ജനറലി മെറീൻ ആണോ ഫ്രഷ് വാട്ടർ ആണോ? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറലി മെറീൻ ആണോ ഫ്രഷ് വാട്ടർ ആണോ? ജനറലി മെറീൻ. എക്സെപ്ഷൻ ഏതാ? സ്പോഞ്ച് ഇല്ല, വിച്ച് ഇസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അവര് സിമെട്രിക്കൽ ഏത് ഓർഗനൈസേഷൻ ഏത് ലെവലാ വരുന്നത്? സിമെട്രി ആണ്. അത് ആ ഡയഗ്രാം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെന്താ അടുത്ത അവർ ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവരുടെ ഒരു യുണീക് ഫീച്ചർ എന്താ? അവർക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. പിന്നെ അവർക്കുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് നമ്മൾ ഓസ്റ്റിയ പഠിച്ചു, സ്പോഞ്ചോസീൽ പഠിച്ചു, ഓസ്കിലം പഠിച്ചു. ആ പാത്വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്തിനാ ഉപയോഗിക്കുന്ന പഠിച്ചു. അതിന്റെ ഫങ്ഷണൽ അഡ്വാൻറ്റേജസ് പഠിച്ചു. ഫുഡ് ഗ്യാദറിംഗ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, റിമൂവൽ ഓഫ് വേസ്റ്റ് എന്ന് പഠിച്ചു.
ഇനി കോയനോസൈറ്റ്സ് ഓർ കോളർ സെൽസ്, അത് എവിടെയാ ലൈൻ ചെയ്തിരിക്കുന്നത്, അത് ഏത് ഓർഗാനിസത്തിലെ കാണുന്നത് നമ്മൾ പഠിച്ചു. ഡൈജഷൻ എങ്ങനെ, ഇൻട്രാ സെല്ലുലാർ എക്സ്ട്രാ സെല്ലുലാർ ആണോ? സ്പോഞ്ചസിൽ ഇൻട്രാ സെല്ലുലാർ. ഇനി എന്താ വേറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചൻ ഫൈബേഴ്സിന്റെ സ്കെലിറ്റണിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ് സ്പോഞ്ചസ് എന്ന് പഠിച്ചു, അല്ലെങ്കിൽ പോറിഫറ എന്ന് പഠിച്ചു. അതിന്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാന്ന് പഠിച്ചു. അതിന്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാന്ന് പഠിച്ചു. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് asexual reproduction by fragmentation. ഫോർമേഷൻ ഓഫ് ഗാമിറ്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പഠിച്ചു. അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാ, ഇൻഡയറക്റ്റ് എന്ന് പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. അതിന്റെ വേറെ പേര് പഠിച്ചു, സൈക്കൺ, അല്ലെങ്കിൽ അതിന്റെ സ്കൈഫ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം അത് സൈക്കൺ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചു. എക്സെപ്ഷൻസും പഠിച്ചു. ഇനി അടുത്ത ഫയൽ എന്ന് പറയുന്നത് സിലിൻഡ്രേറ്റ്. സിലിൻഡ്രേറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് നിഡേരിയ എന്നും അതിനെ വിളിക്കാം. അപ്പൊ അത്രയും പഠിച്ചു. ഇനി അടുത്തു They are aquatic, mostly marine, sessile or free swimming, radially symmetrical animals. Radial symmetry നമ്മൾ എക്സാമ്പിൾ ആദ്യം പഠിച്ച ഓർമ്മയുണ്ടല്ലോ, സിലിൻഡ്രേഡിയം ഡീനഫോറ പഠിച്ചത്. അപ്പൊ നമുക്ക് അത് ഓൾറെഡി പോയിന്റ് നമ്മൾ ബ്രെയിനിൽ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സിമെട്രി നമുക്കറിയാം. ഇനി ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സിലിണ്ടറിക്കൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇതിന് കാണുന്നത്. സിലിണ്ടറിക്കൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണുന്ന ഓർഗാനിസംസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. സിലിണ്ടർ ആണെങ്കിൽ സെൻട്രലി കൂടി പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനും അതിന് ഡിവൈഡ് ചെയ്യാം ഈക്വലി ഇൻറ്റു 2 പാർട്സ്. അപ്പൊ അതിന് ഏത് ലെവൽ ഓഫ് സിമെട്രി ആയിരിക്കും? റേഡിയൽ സിമെട്രി ആയിരിക്കും. ഇനി ഈ സിലിണ്ടറേറ്റർ വേറെ പേര് നിഡേരിയ ആണെന്ന് അറിയുന്ന ഒരാൾക്ക് നമുക്ക് പറയാൻ പറ്റും. ദ നെയിം നിഡേരിയ ഇസ് ഡിറൈവ്ഡ് ഫ്രം നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്. അത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്. അത് ഏത് ഓർഗാനിസത്തിനാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് എന്ന്? സിലിൻഡ്രേറ്റയുടെ വേറെ പേര് നിഡേരിയ ആണെന്ന് അറിയുന്ന ഒരാൾക്ക് നമുക്ക് ഈസിലി പറയാൻ പറ്റും. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് കാണുന്നത് സിലിൻഡ്രേറ്റിലാണ് അഥവാ നിഡേരിയയിലാണെന്ന് പറയാൻ പറ്റും. എന്താണ് ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്? എന്താന്ന് വെച്ചാല് സ്റ്റിഞ്ചിങ് കാപ്സ്യൂൾ അല്ലെങ്കിൽ നിമാറ്റോസിസ്റ്റ് ഉള്ള ഒരു സെല്ലിന്റെ ഒരു പ്രത്യേക പേരാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്. വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? ഇറ്റ് കണ്ടെയ്ൻ സ്റ്റിഞ്ചിങ് കാപ്സ്യൂൾസ് അല്ലെങ്കിൽ നിമാറ്റോസിസ്റ്റ്. ആ രണ്ട് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ നിഡോബ്ലാസ്റ്റും നിഡോസൈറ്റ്സും കാണപ്പെടുന്ന എവിടെയാ? ടെന്റക്കിൾസ് ആൻഡ് ദ ബോഡി. ഇനി ഈ സൈഡിൽ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് നിഡോബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. നിഡോബ്ലാസ്റ്റിന്റെ ഡയഗ്രമാറ്റിക് വ്യൂ നമ്മൾ പഠിച്ചു. ഇനി നിഡോബ്ലാസ്റ്റിന്റെ യൂസസ് എന്താ? ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. ഈ മൂന്നാണ് അതിന്റെ യൂസസ്. നമ്മൾ നേരത്തെ ഓൾറെഡി വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ യൂസസ് ആയിട്ട് നമ്മൾ പഠിച്ചെന്താ? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചത് ഫുഡ് ഗ്യാദറിംഗ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് എക്സ്ക്രീഷൻ ആണ്. അതേപോലെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായ നിഡോബ്ലാസ്റ്റിന്റെ യൂസ് എന്താ? ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നിഡേറിയൻസ് അത് ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്, മൗത്ത്. അതന്നെയാണ് നമ്മൾ ഡൈജസ്റ്റ് സിസ്റ്റം പഠിച്ചപ്പോഴാണ് മൗത്തും ഏനസും ഒരു സിംഗിൾ ഓപ്പണിംഗിൽ കൂടെ പോവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരൊറ്റ ഓപ്പണിംഗ്, സിംഗിൾ ഓപ്പണിംഗിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്. അവർക്ക് ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉള്ളൂ, മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ആ ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞ ടേം അറിഞ്ഞിരിക്കണം. ഇനി ഡൈജഷൻ ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സം ഓഫ് ദ നിഡേരിയൻസ്, എക്സാമ്പിൾ കോറൽസ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് മനസ്സിലായി. അവരുടെ സ്കെലിറ്റൺ ഇസ് കമ്പോസ്ഡ് ഓഫ് വാട്ട്? കാൽഷ്യം കാർബണേറ്റ്. സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉള്ള സ്കെലിറ്റൺ ആരുടെയാ? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചാണ് സ്പോഞ്ച് അല്ലെങ്കിൽ പോറിഫറൈഡ്. അപ്പൊ ഇതിന്റെ സ്കെലിറ്റണിൽ എന്താ? കാൽഷ്യം കാർബണേറ്റ്. ഇനി നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ്. അത് അതിന്റെ ഒരു വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. രണ്ട് ബേസിക് ബോഡി ഫോംസ്, ഒന്ന് പോളിപ്, ഒന്ന് മെഡൂസ. അതിന്റെ ഡിഫറൻസസും അറിഞ്ഞിരിക്കണം. പോളിപ് എന്ന് വെച്ചാൽ എന്താ? സെസൈൽ ആണ്, അതായത് അനങ്ങാൻ പറ്റില്ല, മോട്ടിലിറ്റി ഇല്ല, സെസൈൽ ആണ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ എന്താ? സിലിണ്ടറിക്കൽ ഫോം ആണ്, അത് അനങ്ങാൻ പറ്റാത്തൊരു സിലിണ്ടറിക്കൽ ഫോം ആണ്. എക്സാമ്പിൾ ഹൈഡ്ര, അഡാംഷ്യ എക്സെട്ര. അപ്പോ മെഡൂസ എങ്ങനെയാ? പോളിപ്പ് നമ്മൾ പഠിച്ചു, സെസൈൽ
സിലിണ്ടറിക്കലാണ്. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. മെഡൂസ എങ്ങനെയാ? മെഡൂസസ് അംബ്രല ഷേപ്പ്. മറ്റേത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ഇത് അംബ്രല ഷേപ്പ്. അംബ്രല ഷേപ്ഡും ആണ്, സെസൈൽ അല്ല, ഫ്രീ സ്വിമ്മിങ് ആണ്. എക്സാമ്പിൾ ഒറേലിയ ഓർ ജില്ലി ഫിഷ്. ഇത്രയും പഠിച്ചു. ഇനി those cnidarians which exist in both forms exhibit alternation of generation. ചില നിഡേറിയൻസിൽ രണ്ട് ഫോമും കാണുന്നത്, പോളിപ്പ് ഫോമും മെഡൂസ ഫോമും. അവരെങ്ങനെയാ പോളിപ്പും മെഡൂസയും മെഡൂസയും പോളിപ്പും എങ്ങനെയാ ഉണ്ടാവുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന മെറ്റാജെനസിസ്. അതെങ്ങനെയാ? അത് അടുത്തൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. പോളിപ്പ് മെഡൂസ ആവണമെങ്കിൽ ഏത് ഏത് ടൈപ്പ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കണം? മെഡൂസ എന്താണെങ്കിൽ ഏസെക്ഷുവൽ, പോളിപ്പ് ഏസെക്ഷുവലി ആണ് മെഡൂസ ഉണ്ടാവുന്നത്. ഇനി മെഡൂസ പോളിപ്പ് ആവണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഏത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്? സെക്ഷുവലി. അത് നമ്മൾ എന്താന്ന് മനസ്സിലാക്കി. ഇനി എക്സാമ്പിൾ, ഈ മെറ്റാജെനസിസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാം ഒബീലിയ. ഒബീലിയ ഇസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് എന്ത്? സിലിണ്ടറേറ്റയുടെ വേറെ എക്സാമ്പിൾ ആണ് ഒബീലിയ. അത്രയും പഠിച്ചു. ഇനി ബാക്കിയുള്ള കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈസേലിയ. ഈ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ഏതിന്റെ പേരാന്ന് പലതവണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്താണ്? ഫൈസേലിയ. ഫൈസേലിയ ഓൾസോ നോൺ ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇനി അടുത്തത് എഡാംഷിയുടെ വേറെ പേര് സി അനിമോൺ, പെന്നാറ്റില സി പെൻ, ഗോർഗോണിയ സി ഫാൻ, മിയാൻഡ്രിന ബ്രെയിൻ കോറൽ. ഈ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചു. അപ്പൊ നമ്മള് സീലൻഡ്രേറ്റിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ടീനോഫോറ. ടീനോഫോറ എന്താ? ഈ എക്സാമ്പിൾ ഓഫ് ടീനോഫോറ പ്ലൂറോബ്രേക്കിയ. പ്ലൂറോബ്രേക്കിയനാണ് ഇവർ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പ്ലൂറോബ്രേക്കിയനെ ഐഡന്റിഫൈ നമ്മൾ അറിഞ്ഞു. ഈ ഡയഗ്രാം നോക്കി നമ്മൾ പ്ലൂറോബ്രേക്കിയാന്ന് പഠിച്ചു. ഇനി അടുത്തത് ഫൈലം ടീനോഫോറന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താ വെച്ചാൽ അവരുടെ വേറെ പേരെന്താ, അല്ലെങ്കിൽ ദേ ആർ കോമൺലി നോൺ ആസ് സീ വാൾനട്ട്സ് ഓർ കോം ജെല്ലീസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാല് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മെറീൻ. എക്സ്ക്ലൂസീവ്ലി മെറീൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷൻ പോലും ഇല്ല, എല്ലാം എക്സ്ക്ലൂസീവ്ലി മെറീൻ തന്നെയാണ്. നമ്മൾ സ്പോഞ്ചിൽ പഠിച്ചിരുന്നു അവർ ജനറലി മെറീൻ ആണ്, പക്ഷെ ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു എന്താ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് പറഞ്ഞ സ്പോഞ്ചിലെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ എക്സ്ക്ലൂസീവ്ലി മെറീൻ ആണ്. ഇനി അടുത്ത പോയിന്റ് എന്താ? അവർ റേഡിയലി സിമെട്രിക്കൽ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്നറിയാം. ഇനി ബോഡി ബേസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോം പ്ലേറ്റ്സ്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന് അഡ്വാൻറ്റേജസ് ആയിട്ട് അവർക്കുള്ളൊരു സ്പെഷ്യൽ കേപ്പബിലിറ്റി ആണ്. അവരൊരു സ്ട്രക്ചറൽ പ്രത്യേകതയാണ് കോം പ്ലേറ്റ്സ് അല്ലെങ്കിൽ സീലിയേറ്റഡ് കോം പ്ലേറ്റ്സ്. അത് എത്ര എണ്ണം ഉണ്ട്? 8 എക്സ്റ്റേണൽ റോസ്. ഈ 8 എക്സ്റ്റേണൽ റോസ് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. കാരണം അവർ 8 പേഴ്സ് ആണോ 4 പേഴ്സ് ആണോ അങ്ങനെ മാറ്റി പല രീതിയിൽ ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വായിച്ചത് 8 ആണ്, പക്ഷെ ഒരു പേരുണ്ടോ ഇല്ലയോ നമുക്ക് കൺഫ്യൂസ് ആവും. അപ്പൊ നമ്മൾ ആലോചിക്കണം 8 എക്സ്റ്റേണൽ റോസ് ആണ്. 8 എക്സ്റ്റേണൽ റോസ് ആണ് നമ്മൾ അറിഞ്ഞിരുന്നു. ഇനി ഡൈജഷൻ എങ്ങനെയാ? ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് അത്രയും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. അല്ലാണ്ട് മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സീ വാൾനട്ട് അല്ലെങ്കിൽ കോം ജെല്ലീസ്, എക്സ്ക്ലൂസീവ്ലി മെറീൻ, പിന്നെ അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, പിന്നെ എത്ര കോംപ്ലേറ്റ്സ് ആണ് ഉള്ളത്, കോംപ്ലേറ്റ്സ് എന്താണ്, അത് സിഗ്രിയേറ്റഡ് ആണ്, അതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ആണെന്ന് വെച്ചാൽ ബയോലൂമിനെസൻസ്, പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. അത് വെൽ മാർക്ക് ചെയ്ത ഏത് ഓർഗാനിസംസിലാണ്? ടീനോഫോറിലാണ്. ഇനി സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് അല്ല, സെയിം ഓർഗാനിസം ഇൻഡിവിജ്വൽ തന്നെ ബോത്ത് എഗും സ്പെർമും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ്. ഇനി റീപ്രൊഡക്ഷൻ ഓൺലി ബൈ സെക്ഷുവൽ മീൻസ്. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റീപ്രൊഡക്ഷൻ ഓൺലി ബൈ സെക്ഷുവൽ മീൻസ്, അത് നമ്മൾ പഠിച്ചു. ഇനി ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? എക്സ്റ്റേണൽ. നമ്മൾ സ്പോഞ്ചസിൽ എങ്ങനെയാ പഠിച്ചത്? ഫെർട്ടിലൈസേഷൻ ഇന്റേണലിനാ പഠിച്ചത്. ഡെവലപ്മെന്റ് അതിലെങ്ങനെയാ? സ്പോഞ്ചസിൽ എങ്ങനെയാ പഠിച്ചത്? ഇൻഡയറക്റ്റ്. പക്ഷെ ഇതിലും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, പക്ഷെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. അപ്പൊ നമ്മൾ ഈ ഓരോന്ന് പഠിക്കുന്നതിന്റെ കൂടെ അത് കമ്പയർ ചെയ്ത് മുമ്പത്തെയും
അതിന്റെ അടുത്തേയും ഫൈലത്തിന്റെയും കൂടി കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിച്ച കുറച്ചും നമ്മൾ ആലോചിച്ചു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡൗട്ട്ഫുള്ളും ആവില്ല. അപ്പൊ അത്രയും പഠിച്ചു. ഇനി എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ പ്ലൂറോബ്രേക്കിയ ആൻഡ് ടീനോപ്ലാന. പ്ലൂറോബ്രേക്കിയനെ നമ്മൾ ഓൾറെഡി ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്ലാറ്റിഹെൽമിന്ഥസ്. ഇതായിരിക്കും ഈ 1 hour ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക്, പ്ലാറ്റിഹെൽമിന്ഥസ്. ഇനി ബാക്കി ചാപ്റ്റർ ഒരു ആറിൽ കൂടി ഒരു സെഷൻ കൂടി വേണ്ടി വരും. കാരണം ഈ ചാപ്റ്റർ കുറച്ച് വലുതാണ്, വെയിറ്റേജ് ഉള്ളതാണ്, കുറച്ചൊരു റിപ്പീറ്റഡ് റിവിഷന്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസ് ആണ് ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്. ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസ് അവരെങ്ങനെയാ? അവരുടെ ആ പേര് പ്ലാറ്റിഹെൽമിന്ഥസ്. പ്ലാറ്റിഹെൽമിന്ഥസിന്റെ മീനിങ് തന്നെ എന്താ? ഫ്ലാറ്റ് ബോഡി. ഫ്ലാറ്റ് ബോഡിയിൽ ഫ്ലാറ്റ് വേംസ് ആണ് ഇവര്. അവരെങ്ങനെയാ? ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് എന്നാണ്. അത് ചിലപ്പോ സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കാം ലേറ്ററലി ഫ്ലാറ്റ്, അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ പല രീതി കൊടുക്കാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ഉണ്ട്. അതറിഞ്ഞു. They are mostly endoparasites found in animals, including human beings. Flatworms are bilaterally symmetrical. Triploblastic acoelomate with organ level of organization. ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇനി hooks and suckers are present in parasitic forms. എൻഡോപാരസൈറ്റ്സ് ആയിട്ട് കാണപ്പെടും നമ്മൾ പഠിച്ചു. ഇനി ഈ എൻഡോപാരസൈറ്റ്സ് ആയതുകൊണ്ട് ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഇവർക്കൊരു അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ഫീച്ചറാണ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. ആൻഡ് ഈ ഹുക്സ് ആൻഡ് സക്കേഴ്സിന്റെ ഗുണം എന്താ? അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ്. അവരുടെ ബോഡി സർഫസ് ഉപയോഗിച്ചാണ് ഈ ഹുക്സ് ആൻഡ് സക്കേഴ്സ് അള്ളിപ്പിടിച്ചെന്ന് അവര് ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യും. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഫ്ലെയിം സെൽസ്. അത് അടുത്തൊരു ഫീച്ചറാണ്. ഫ്ലെയിം സെൽസ് ആ സീനിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഏതിലാ? പ്ലാറ്റിഹെൽമിന്ഥസിലാണ് ഫ്ലെയിം സെൽസ് കാണുന്നത്. അതിന്റെ എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇനി സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് മെനി ലാവൽ സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്. പിന്നെ ചില മെമ്പേഴ്സ് ലൈക്ക് പ്ലനേരിയ, അതൊരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. പ്ലാറ്റിഹെൽമിന്ഥസിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് പ്ലനേരിയ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഹൈ റീജനറേഷൻ കപ്പാസിറ്റി പ്ലാറ്റിഹെൽമിന്ഥസ് ഏതാ? പ്ലനേരിയ. ഇനി മറ്റേ എക്സാമ്പിൾ എന്താ? ടീനിയയുടെ വേറെ പേര് ടേപ്വേം, വേറെ എക്സാമ്പിൾ ഫേഷ്യോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. ഇനി ഡയഗ്രാം നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസ് ഓഫ് പ്ലാറ്റിഹെൽമിന്ഥസ് എന്താ? ഈ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, അത് ടേപ്വേം ആണ്. ആൻഡ് രണ്ടാമത്തത് ലിവർ ഫ്ലൂക്ക് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോ ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി ചാപ്റ്ററും എക്സസൈസും ഒരു സെഷൻ കൂടി വേണ്ടി വരും, അതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഐ എക്സ്പെക്ട് ദാറ്റ് ഞാൻ ഇത്രയും പഠിപ്പിച്ചത് കുറച്ച് അധികം റിവൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൺഫ്യൂസ്ഡ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പോസിബിൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ടുഗെദർലി ഒരു റിവിഷൻ കൂടി കഴിഞ്ഞു. പിന്നെ ഇമ്പോർട്ടന്റ് നോട്ട്സ് ആയിട്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല തറോ ആയിട്ട് പഠിക്കുക. ഇനി അടുത്ത സെഷനായിട്ട് ഞാൻ ഒരു പാട്ടും കൊണ്ട് ഈ സെയിം ചാപ്റ്റർ വരും. അപ്പൊ ദാറ്റ് എൻഡ്സ് ആർ ഡിസ്കഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഇതിന്റെ പാർട്ട് 1 ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു.